സോ പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ഫ്രിക്ഷനെ കുറിച്ചുള്ള ഡിസ്കഷൻ തുടങ്ങി വയ്ക്കാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾക്കറിയാം +1 ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഫ്രിക്ഷൻ. ഇത്തരം ക്ലാസ്സുകൾ കാണുമ്പോൾ എന്നും പറയുന്നത് പോലെ പുസ്തകം എടുത്തു വയ്ക്കൂ, പേന എടുത്തു വയ്ക്കൂ, മാക്സിമം ലെക്ചർ നോട്ടുകൾ എഴുതൂ. അതാണ് നിങ്ങൾക്ക് വിജയിക്കാനായിട്ടുള്ള സ്ട്രാറ്റജി. ഇന്നത്തെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യരുത്. കുറേ നല്ല പ്രോബ്ലംസ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അവസാനം വരെ കാണുക. എങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു ഫ്രിക്ഷൻ 01. വെൽക്കം ബാക്ക്. എങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു ഫ്രിക്ഷൻ. പക്ഷേ അതിനു മുൻപായിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള 2 കാര്യങ്ങൾ, ഇന്ന് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്യും. അതിലേക്കും കൂടി ആവശ്യമായിട്ടുള്ള 2 കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 2 ഹിൻസ് അങ്ങനെ വിളിച്ചോളൂ. ഓക്കെ, ഒന്നാമത്തെ കാര്യം വെക്ടർ റിസൊല്യൂഷൻ. വെക്ടർ റിസൊല്യൂഷനോ ഇത് എവിടെ കേട്ടിട്ടുണ്ടല്ലോ? യെസ്, +1 ഫിസിക്സിലെ മോഷനിനെ പ്ലെയിനിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകേണ്ട ഒരു കാര്യമാണ് വെക്ടർ റിസൊല്യൂഷൻ. ഇനിയിപ്പോൾ കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതോടുകൂടി നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. ഓക്കെ, ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്കിൻ്റെ മേൽ ഒരേ സമയം ഞാൻ 2 ഫോഴ്സുകൾ കൊടുക്കുന്നു. ഒരു ഫോഴ്സ് ഇങ്ങനെ ഈ ഡയറക്ഷനിൽ Fx കൊടുക്കുന്നു, ഒരു ഫോഴ്സ് മേലേക്ക് ഈ ഡയറക്ഷനിൽ Fy കൊടുക്കുന്നു. എന്താ പറഞ്ഞത്? ഈ ബോക്സിന് മേൽ ഒരേ സമയം ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് Fx, ഒരു ഫോഴ്സ് മേലേക്ക് Fy ഒരേ സമയം ഇങ്ങനെ കൊടുക്കുന്നു. മനസ്സിലായി? എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ബോക്സ് ഇങ്ങോട്ടേക്ക് നീങ്ങോ അതോ മേലേക്ക് നീങ്ങോ? ഈ ബോക്സ് ഇങ്ങോട്ടും പോവില്ല, മേലേക്കും പോവില്ല. ഈ ബോക്സ് എന്ത് ചെയ്യുന്നു? പുതിയൊരു ഡയറക്ഷനിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നീങ്ങുന്നു, ഈ ഒരു ഡയറക്ഷനിൽ നീങ്ങുന്നു. എത്ര ഫോഴ്സിൽ? പുതിയൊരു ഫോഴ്സിൽ, F ഫോഴ്സിൽ. അതായത് എനിക്ക് എഴുതാം, ഈ പുതിയ ഫോഴ്സ് എന്ന് പറയുന്നത് F = വെക്ടർ സം ഓഫ് Fx + Fy ആണ്. ഈ 2 ഫോഴ്സുകൾ കൊടുത്തപ്പോഴല്ലേ ഈ ഫോഴ്സ് ഉണ്ടായത്. ഐ ക്യാൻ റൈറ്റ് F = വെക്ടർ സം ഓഫ് Fx + Fy. അതായത് ഈ ബോക്സിന് നിങ്ങൾ F ഫോഴ്സിൽ ഇങ്ങനെ നീക്കണതും ഇതേ ബോക്സിനെ ഒരേ സമയം Fxും Fy ഉപയോഗിച്ച് ഇങ്ങനെ പുഷ് ചെയ്യണതും ഒരേ റിസൾട്ടാണ് തരുന്നത്. 2 കേസിലും ബോക്സ് എന്ത് ചെയ്യുന്നു? ഈ ഡയറക്ഷനിൽ നീങ്ങുന്നു. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴേ ഇതാണ് കിട്ടുക. F = വെക്ടർ സം ഓഫ് Fx + Fy. മനസ്സിലായി? ശരി. എങ്കിൽ അടുത്ത കാര്യം, ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ എഫിനും ഈ ആക്സിസിനും ഇടയിലുള്ള ഈ ആംഗിൾ അറിയാമെന്ന് വിചാരിക്കും, തീറ്റ. ഈ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ Fxന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാം, അളവ് എഴുതാം. ഈ Fx എത്രയാണെന്ന് എഴുതാം? F × cos θ ആയിരിക്കുന്നത് Fx, ഇതിൻ്റെ വാല്യൂ. ഓക്കെ, അതുപോലെ Fyയുടെ വാല്യൂ എഴുതാമെന്ന് ഈ ആംഗിൾ അറിയാമെങ്കിൽ Fy എന്തായിരിക്കും? F × sin θ ആയിരിക്കും. എക്സാമ്പിൾ പറയണം, ശ്രദ്ധിക്കാം. ഈ എഫിൻ്റെ വാല്യൂ 10 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കൂ, ഈ ആംഗിൾ = 45 ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഒരു കമ്പോണൻറ്റിനെ കണ്ടുപിടിക്കാം. തീറ്റയോട് അടുത്ത് കിടക്കുന്ന കമ്പോണൻറ്റ് എപ്പോഴും കോസ് കമ്പോണൻ്റ് ആയിരിക്കും. എഴുതി വെച്ചോളൂ. ഓക്കെ, ഈ കമ്പോണൻ്റെ വാല്യൂ എന്തായിരിക്കും? ഫോഴ്സ് എത്രയാ? 10 × cos ആംഗിൾ 45. ദാറ്റ്സ് = 10/√2. ഓക്കെ, അതുപോലെ ഈ കമ്പോണൻ്റ് എത്രയായിരിക്കും? ഫോഴ്സ് എത്രയാണ്? 10. 10 × sin 45 ആംഗിൾ 45 ദാറ്റ് = 10/√2. ഓക്കെ. അതായത് ഈ ബോക്സിൻ്റെ മേൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരേ സമയം 10√2 ഇങ്ങോട്ടേക്കും കൊടുക്കുന്നു, 10√2 മേലേക്കും കൊടുക്കുന്നു. റിസൾട്ട് എന്തായിരിക്കും? ഈ ബോക്സ് എന്ത് ചെയ്യുന്നു? 10 ന്യൂട്ടൺ ഫോഴ്സിൽ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. പറഞ്ഞ കാര്യം മനസ്സിലായി? ഈ 10 എന്ന് പറയുന്നത് ഈ 2 ഫോഴ്സുകളുടെ വെക്ടർ സമ്മാണ്. ഈ ഫോഴ്സിൻ്റെ 2 കമ്പോണൻസ് ആണ് എന്ത്? F cos θയും F sin θയും. വീണ്ടും ഞാൻ പറയുന്നു, വെരി ഇമ്പോർട്ടൻറ്റ്, തീറ്റയോട് അടുത്ത് കിടക്കുന്ന കമ്പോണൻറ്റ് F cos θ ആയിരിക്കും. ഓക്കെ, മനസ്സിലായി? വെക്ടർ റിസൊല്യൂഷൻ മനസ്സിലായി? ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ഇത്.
ശരി ഓക്കെ വെരി ഗുഡ്. സോ ഇത് മാറ്റാം. ഓക്കെ എങ്കിൽ നമുക്ക് അടുത്ത ഹിൻഡ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ പുറകിലേക്ക് പോകൂ, എഴുതിയെടുക്കൂ. വെരി ഇമ്പോർട്ടൻറ്റ്. നല്ല ലെക്ചർ നോട്ടുകൾ ഉണ്ടാക്കൂ. ആദ്യത്തെ ക്ലാസ്സിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എങ്കിൽ അടുത്ത കാര്യം ഡിസ്കസ് ചെയ്യാം. അടുത്ത കാര്യം നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. ശ്രദ്ധിക്കാം. ഇങ്ങനെ ഒരു സർഫസ് ഉണ്ട്. ഈ സർഫസിലേക്ക് ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചിരിക്കുന്നു. ഓക്കെ, ഈ ബ്ലോക്കിൻ്റെ മാസ് m ആണ്. ഈ ബ്ലോക്കിനെ എർത്ത് എന്ത് ചെയ്യും? താഴേക്ക് പിടിച്ചു വലിക്കും. എത്ര ഫോഴ്സിൽ? mg ഫോഴ്സിൽ. മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത്രയും ഫോഴ്സിൽ എർത്ത് എന്ത് ചെയ്യുന്നതിനെ താഴത്തേക്ക് പിടിച്ചു വലിക്കുന്നു. ഈ ഫോഴ്സിൻ്റെ പേരാണെന്ത്? ഇതിൻ്റെ വെയിറ്റ്. അതായത് ഇങ്ങനെ ഒരു സർഫസിൽ ഒരു ബ്ലോക്കിനെ എടുത്ത് വെച്ചു. എർത്ത് എന്ത് ചെയ്യും? ഇതിനെ താഴത്തേക്ക് പിടിച്ചു വലിക്കും. അയ്യോ, മാർക്കർ പോയി. എർത്ത് എന്ത് ചെയ്യുന്നു? ഇതിനെ താഴത്തേക്ക് പിടിച്ചു വലിക്കുന്നു. എത്ര ഫോഴ്സിൽ? mg ഫോഴ്സിൽ അല്ലേ? അതിൻ്റെ വെയിറ്റിനോട് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സിൽ താഴേക്ക് പിടിച്ചു വലിക്കുന്നു. ഓക്കെ, പക്ഷേ ഈ ബ്ലോക്ക് താഴേക്ക് പോകുന്നുണ്ടോ? ഇല്ല. ഒരാൾ ഇതിനെ താഴത്തേക്ക് പിടിച്ച് വലിക്കുക, പക്ഷേ ഈ ബ്ലോക്ക് താഴത്തേക്ക് പോകണില്ല. അതെന്താ പോവാത്തത്? ഈ സർഫസ് എന്ത് ചെയ്യുന്നു? ഈ താഴത്തേക്കുള്ള ഫോഴ്സിനെ ക്യാൻസൽ ചെയ്യുന്നു. എർത്തിനെ നമുക്ക് ശ്രദ്ധിക്കൂ. ഈ സർഫസ് എന്ത് ചെയ്യുന്നു? ഈ താഴത്തേക്കുള്ള mgനെ ക്യാൻസൽ ചെയ്യുന്നു. മേലേക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആ ഫോഴ്സാണെന്ന് നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. പറഞ്ഞ കാര്യം മനസ്സിലായി? താഴത്തേക്ക് ഒരു ഫോഴ്സ് പിടിച്ച് വലിക്കുന്നുണ്ട്, പക്ഷേ ഈ ബ്ലോക്ക് താഴത്തേക്ക് പോകണില്ല. എന്തുകൊണ്ടാ? ഈ സർഫസ് എന്ത് ചെയ്യുന്നു? ഇതേ mgക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മേലേക്ക് പിടിച്ചു വലിക്കുന്നു. ആ ഫോഴ്സിൻ്റെ പേരാണത് നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. എപ്പോഴുണ്ടാവുക സർഫസ് ഉള്ളപ്പോൾ. സർഫസ് ഉണ്ടാവണം. ഇതാണ് കണ്ടീഷൻ. നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവണമെങ്കിൽ സർഫസ് ഉണ്ടാവണം. ഒരു പക്ഷേ സർഫസ് ഇവിടെ ഇല്ലാന്ന് വിചാരിക്കും. സർഫസ് ഇല്ല. എർത്ത് എന്ത് ചെയ്തു? പിടിച്ച് താഴ്ത്തി കിട്ടും. മനസ്സിലായി? സോ സർഫസ് മൂലമുണ്ടാകുന്ന ഫോഴ്സാണെന്ത്? നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. ഓക്കെ, മനസ്സിലായി? വീണ്ടും എർത്ത് ഈ ബ്ലോക്കിനെ താഴത്തേക്ക് പിടിച്ചു വലിക്കുന്നു, പക്ഷേ ഈ ബ്ലോക്ക് താഴത്തേക്ക് പോകണില്ല. എന്തുകൊണ്ടാണ്? ഈ സർഫസ് എന്ത് ചെയ്യുന്നു? ഈ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്നു. ആ ഫോഴ്സ് ആണെന്ത്? നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. ഇതെവിടെ കാണാം? സർഫസുകൾ ഉണ്ടാവണം. സർഫസ് ഇല്ലെങ്കിൽ ഇയാളെന്ത് ചെയ്യുന്നു? താഴത്തേക്ക് ഇവിടെ വന്ന് വീഴുന്നു. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായി? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ പറയട്ടെ. ഈ ഒരു കേസിൽ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഈക്വൽ ടു വെയിറ്റിനോട് ഈക്വൽ ആണ്. n ഈക്വൽ ടു mg ആണ്. എവിടെ? ഈ ഒരു കേസിൽ. പക്ഷേ എപ്പോഴും നോർമൽ റിയാക്ഷൻ ഫോഴ്സ് mgയോട് ഈക്വൽ ആവില്ല. അതെന്താവാത്തത്? അത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണും. ഇതിങ്ങനെ ആവാത്ത സിറ്റുവേഷൻസ്. ഓക്കെ, ഈ ഒരു കേസിൽ താഴത്തേക്കുള്ളത് 10 ന്യൂട്ടൺ ആണെങ്കിൽ മേലേക്കുള്ള എത്രയാണ്? 10 ന്യൂട്ടൺ ആണ്. അതുകൊണ്ടാണ് താഴത്തേക്ക് പോകാത്തത്. രണ്ടും എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്ത് കളയുന്നു. വെയിറ്റിനെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ക്യാൻസൽ ചെയ്ത് കളയുന്നു. പറഞ്ഞ കാര്യം മനസ്സിലായി? നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായി? എവിടെ ആക്ട് ചെയ്യുന്നു? സർഫസുകളിൽ. ഈ ഒരു കേസിൽ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് വെയിറ്റിനോട് ഈക്വൽ ആണ്. ഇത്രയും മനസ്സിലായി? എങ്കിൽ ഡിസ്കസ് ചെയ്യാം ഫ്രിക്ഷനെ കുറിച്ച്. ഫ്രിക്ഷൻ അതൊരു ഒപ്പോസിങ് ഫോഴ്സ് ആണ്. ആരെയാണ് ഒപ്പോസ് ചെയ്യുക? ഇറ്റ് ഒപ്പോസസ് ടെൻഡൻസി ഓഫ് മോഷൻ. ഒരു ബോഡി ഇപ്പോൾ റെസ്റ്റിലാണ്, പക്ഷേ അതിന് മൂവ് ചെയ്യണമെന്ന് അതിയായ ടെൻഡൻസി ഉണ്ട്, ആഗ്രഹമുണ്ട്. ഫ്രിക്ഷൻ പറയും നീ മൂവ് ചെയ്യണ്ട, നീ അവിടെ തന്നെ ഇരുന്നാൽ മതി. ടെൻഡൻസി ഓഫ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ. അതുപോലെ ഒരു ബോഡി ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫ്രിക്ഷൻ പറയും നീ മൂവ് ചെയ്യണ്ട, നീ ഇങ്ങോട്ട് വായോ. അങ്ങനെ മോഷനെയും ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി? ഫ്രിക്ഷൻ ഒപ്പോസസ് ടെൻഡൻസി ഓഫ് മോഷൻ. അത്തരത്തിലുള്ള ഫ്രിക്ഷനെ വിളിക്കുന്നു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. റെസ്റ്റിലുള്ള ബോഡികളുടെ മേലെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ. അതുപോലെ ഫ്രിക്ഷൻ ഒപ്പോസസ് മോഷൻ. ആ ഫ്രിക്ഷനെ വിളിക്കുന്നു കൈനറ്റിക് ഫ്രിക്ഷൻ. മോഷനിലുള്ള ബോഡീസിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ കൈനറ്റിക് ഫ്രിക്ഷൻ. മനസ്സിലായില്ല? എങ്കിലും ഒരു എക്സാമ്പിൾ നോക്കൂ, മനസ്സിലാകും. ശ്രദ്ധിക്കൂ. ഇങ്ങനെ ഒരു ബ്ലോക്ക് ഈ ഒരു സർഫസിന്റെ മേലെ വെച്ചിരിക്കുന്നു. ഈ ബ്ലോക്ക് ഇപ്പോൾ റെസ്റ്റിലാണ്, നല്ല മാസമുള്ള ബ്ലോക്കാണ്. എനിക്കിതിനെ നീക്കണം.
ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ മേലെ 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, പക്ഷെ ബോഡി നീങ്ങണില്ല. അപ്പം ഞാൻ കൊടുത്ത ഫോഴ്സ് എങ്ങോട്ടേക്ക് പോയി? ഈ 1 ന്യൂട്ടൺ കൊടുത്തപ്പോൾ ഈ ബോഡിക്ക് ടെൻഡൻസി ഓഫ് മോഷൻ ഉണ്ട്, അതിനെ ഒപ്പോസ് ചെയ്യുന്നു ഫ്രിക്ഷൻ. അതായത് 1 ന്യൂട്ടൺ കൊടുത്തപ്പോൾ ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നു, അതേ 1 ന്യൂട്ടനെ തിരിച്ചു തരുന്നു. എൻ്റെ ഫോഴ്സിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഈ സർഫസിലുണ്ടാകുന്ന ഫ്രിക്ഷൻ, സർഫസിലാണ് ഫ്രിക്ഷൻ ഉണ്ടാവുക. ഓക്കെ ശരി. ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും 2 ന്യൂട്ടൺ ഫോഴ്സ് ആക്കുന്നു. 1 ന്യൂട്ടൺ എന്താക്കി മാറ്റുന്നു, 2 ന്യൂട്ടൺ ആക്കി മാറ്റുന്നു. അപ്പോഴും ബോഡി മൂവ് ചെയ്യണില്ല. അപ്പം ഞാൻ കൊടുത്ത ഫോഴ്സ് എങ്ങോട്ടേക്ക് പോയി? 2 ന്യൂട്ടൺ കൊടുക്കുമ്പോഴും ബോഡിക്ക് ടെൻഡൻസി ഓഫ് മോഷൻ ഉണ്ട്, അതിനെ ഒപ്പോസ് ചെയ്യുന്നു ഫ്രിക്ഷൻ. ഞാൻ 2 ന്യൂട്ടൺ കൊടുത്തപ്പോഴേ സർഫസ് എന്ത് ചെയ്യുന്നു, ഫ്രിക്ഷൻ്റെ രൂപത്തിൽ 2 ന്യൂട്ടൺ തിരിച്ചു തരുന്നു, എൻ്റെ ഫോഴ്സിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബോഡി ഇപ്പോഴും റെസ്റ്റിലാണ്. ഞാൻ എന്താ ചെയ്യണമെന്നറിയോ, 3 ന്യൂട്ടൺ കൊടുക്കുക. അപ്പോഴും ബോഡി മൂവ് ചെയ്യണില്ല, ബോഡി ഇപ്പോഴും റെസ്റ്റിൽ തന്നെയാണ്. എൻ്റെ ഫോഴ്സ് എങ്ങോട്ടേക്ക് പോയി? ഇപ്പോഴും ബോഡിക്ക് ടെൻഡൻസി ഓഫ് മോഷൻ ഉണ്ട്, അതിനെ ഒപ്പോസ് ചെയ്യുന്നു ഫ്രിക്ഷൻ. ഞാൻ കൊടുത്ത 3 ന്യൂട്ടനെ ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നു, തിരിച്ച് ഒരു 3 ന്യൂട്ടൺ തന്ന് ക്യാൻസൽ ചെയ്ത് കളയുന്നു. ഞാൻ നിർത്തുന്നു ചേട്ടാ, ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാം, ഒരു 3.1 കൊടുക്കാൻ പോവാ. 3.1. ആ ഒരു സമയത്തും ബോഡി നീങ്ങണില്ല. പക്ഷെ ഇപ്പോൾ ബോഡിക്ക് നീങ്ങണമെന്നുള്ള അതിയായ ടെൻഡൻസി, ഗംഭീര ടെൻഡൻസി ഉണ്ട്, പക്ഷെ ബോഡി നീങ്ങണില്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന 3.1 ന്യൂട്ടൺ തന്നെ ഫ്രിക്ഷൻ്റെ രൂപത്തിൽ തിരിച്ചു കിട്ടും. പക്ഷേ ഈ ഒരു കേസിൽ അതിയായ ടെൻഡൻസി ഉണ്ട്, പക്ഷെ ബോഡി നീങ്ങിയിട്ടില്ല. സോ ഈ ഒരു ഫ്രിക്ഷനുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ പറഞ്ഞ 1 ന്യൂട്ടൺ, 2 ന്യൂട്ടൺ, അതുപോലെ 3 ന്യൂട്ടൺ, 3.1 ന്യൂട്ടൺ, ഇതൊക്കെ എന്താണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. കാരണം ഈ കേസിലൊക്കെ ബോഡി എന്തിലാണ്, റെസ്റ്റിലാണ്. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, Fs എന്ന് പറഞ്ഞ എന്താണ്, വേരിയിങ് ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ എത്ര ഫോഴ്സ് കൊടുക്കുന്നോ അത്രയും ഫോഴ്സ് തന്നെയാണ് എന്ത്, ഫ്രിക്ഷൻ്റെ രൂപത്തിൽ തിരിച്ചു കിട്ടുന്നത്. ഫോഴ്സ് അപ്ലൈഡ് ആണെന്ത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ വേരിയിങ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് തിരിച്ചു കിട്ടുന്നു. എങ്കിലൊരു കാര്യം പറയട്ടെ, ഈ 3.1 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ടല്ലോ, ഈ ഒരു ഫോഴ്സാണെന്ത്, ഈ സർഫസിന് തിരിച്ചു തരാൻ പറ്റിയ മാക്സിമം ഫ്രിക്ഷൻ്റെ വാല്യൂ. ഓക്കെ, അതായത് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ. ഈ ഫോഴ്സ് ഉണ്ട്, 3.1, ഇതിനെ ഞാൻ വിളിക്കുന്നു FL. ഇതിൻ്റെ പേരാണെന്ത്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എഴുതിയെടുക്കും, വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ആണെന്ത്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഒരു കോൺസ്റ്റന്റ് ആണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കോൺസ്റ്റന്റ് ആണ്. ഈ സർഫസിന് തിരിച്ചു തരാൻ പറ്റുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതൊരു കോൺസ്റ്റന്റ് ആണ്. ഈ സർഫസിന് തരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 3.1 ആണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, പക്ഷെ അതിന് മുന്നുള്ള ഫ്രിക്ഷനോ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അത് വേരിയിങ് ആണ്. ഞാൻ കൊടുക്കുന്നതാണ് തിരിച്ചു കിട്ടുന്നത്. ഇത്രയും മനസ്സിലായി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ബോഡി ഇപ്പോഴും മോഷനിലേക്ക് വന്നിട്ടില്ല, എനിക്ക് എന്ത് ചെയ്യണം, ബോഡീനെ നീക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു, 3.1 നിന്നും 3.2 കൊടുക്കുന്നതും ബോഡി നീങ്ങി തുടങ്ങി. ബോഡി മോഷനിലാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അവിടെ ആക്ട് ചെയ്യുന്ന ഒപ്പോസിങ് ഫോഴ്സ്, ആ ഫ്രിക്ഷൻ്റെ പേര് കൈനറ്റിക് ഫ്രിക്ഷൻ. ബോഡി മോഷനിലേക്ക് വന്നു, ഒരു 3.2 കൊടുത്തപ്പോൾ ബോഡിക്ക് എന്ത് സംഭവിച്ചു, മോഷനിലേക്ക് വന്നു. ബോഡി എന്ത് ചെയ്തു, ഇപ്പോൾ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ ഇപ്പോൾ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ഫോഴ്സ് ആണെന്ത്, ഇപ്പോഴും സർഫസ് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യണ്ടെന്ന് പറയും. ഇപ്പോൾ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ഫോഴ്സ് ആണെന്ത്, കൈനറ്റിക് ഫ്രിക്ഷൻ, മോഷനിലുള്ള ഫ്രിക്ഷൻ ഫോഴ്സ്. ഒരു കാര്യം പറയട്ടെ, ഈ ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ വാല്യൂ നേരത്തേതിനേക്കാളും കുറവായിരിക്കും. ഞാൻ പറയുന്നു ഇതൊരു 2.8 ആയിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഫ്രിക്ഷൻ കുറഞ്ഞത്, 3.1 വരെയൊക്കെ എത്തിയതല്ലേ, പിന്നെന്താ കുറഞ്ഞത്? നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഒരു സാധനത്തിനെ എനിക്ക് ഉന്തണം. ഓക്കെ, സോ ഉന്താനായിട്ട് ഹെവി ആയിട്ടുള്ള സാധനം എന്ന് വിചാരിക്കും. സോ ഉന്തി തുടങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതൊന്ന് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നീക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ
ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാളും കുറവാണ്, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഈ വാല്യൂ ഇനി മാറില്ല. ഈ വാല്യൂ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രിക്ഷൻ്റെ വാല്യൂ മാറില്ല. കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് എ കോൺസ്റ്റൻ്റ് വൺ. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി? എല്ലാം മനസ്സിലായി. ഫീൽ കിട്ടിയില്ല. നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണണം പറഞ്ഞ കാര്യങ്ങൾ എങ്കിൽ കണ്ടോളൂ. യെസ്, എനിക്ക് ഈ അലമാരനെ ഇവിടെ നിന്ന് തള്ളി നീക്കണം. ഇതിപ്പോൾ റെസ്റ്റിലാണ്. സോ ഇതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിലേക്കൊരു 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. ഇത് അനങ്ങണില്ല. ഞാൻ ഒരു 2 ന്യൂട്ടൺ കൊടുത്തു, ഇതിപ്പോൾ അനങ്ങണില്ല. അതൊരു 3 ന്യൂട്ടൺ ആക്കി, അനങ്ങണില്ല. ഒരു 3.1 ആക്കി, ഇത് ഇപ്പോൾ അനങ്ങുന്ന എനിക്ക് തോന്നണേ. അതൊരു 3.2 ആക്കി അനങ്ങി തുടങ്ങി. ഒരു പ്രാവശ്യം നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നീക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ആ ഫീല് കിട്ടി എങ്കിൽ നമുക്ക് കൈനറ്റിക് ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനിയും ഫീൽ നിങ്ങൾക്ക് കിട്ടും. നല്ല കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്യും, ഇരട്ടി ഫീൽ കിട്ടും, അതിൻ്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, എങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തിങ്, കൈനറ്റിക് ഫ്രിക്ഷൻ. എന്നോടൊപ്പം നോട്ട്സ് എഴുതിക്കോളൂ. കൈനറ്റിക് ഫ്രിക്ഷൻ എപ്പോഴും ഉണ്ടാവുക? ഫസ്റ്റ് പോയിന്റ്, മോഷനിലുണ്ടാകുന്ന ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. സെക്കൻഡ് പോയിന്റ്, കൈനറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ ഈസ് എ കോൺസ്റ്റൻറ്റ് വൺ. വാല്യൂ മാറില്ല. ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സർഫസ് ഓഫർ ചെയ്യുന്ന ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. ശരി. ദെൻ തേർഡ് പോയിന്റ്, കൈനറ്റിക് ഫ്രിക്ഷൻ Fk എന്ന് റിപ്രസെൻ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് Fk ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ആരാണെന്ന് പറഞ്ഞിരുന്നു? യെസ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ യു വിൽ ഗെറ്റ് Fk ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. ഇനി ഈ കോൺസ്റ്റൻറ്റിൻ്റെ പേര്, this constant is called coefficient of kinetic friction. കോൺസ്റ്റന്റിന്റെ പേരെന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എക്സ്പെരിമെൻറ്റിലൂടെയാണ്. ഓക്കെ, എക്സ്പെരിമെൻ്റലി ആണ് നമ്മൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സർഫസ് മാറുന്നതിനനുസരിച്ച് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മാറുന്നു. എക്സ്പെരിമെൻ്റലി ആണ് നമുക്കിതിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി, എഴുതിയെടുക്കൂ. സോ ദിസ് തിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്നും നമുക്ക് കൈനറ്റിക് ഫ്രിക്ഷൻ്റെ ഫീൽ കിട്ടാൻ പോകുന്നു ഈ ഒരു ഇക്വേഷനിൽ നിന്നും. ഓക്കെ, പ്രോബ്ലം ചെയ്യാം, സ്കിപ്പ് ചെയ്യരുത്, വെരി ഇമ്പോർട്ടൻറ്റ്. എന്നോടൊപ്പം ചെയ്യൂ, ആ ഫീൽ കിട്ടും, ഉറപ്പാണ്. ഓക്കെ, ശരി. എഴുതിയെടുക്കണം എങ്കിൽ ചെയ്യാം നമുക്ക്. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ഫോഴ്സ് ആൻഡ് ആക്സലറേഷൻ. ഫോഴ്സും ആക്സലറേഷനും കണ്ടുപിടിക്കണം. ദാ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ട്. ഇതിൻ്റെ മാസ് 5 കിലോഗ്രാം. ഓക്കെ, ഇതൊരു സർഫസിൽ വെച്ചിരിക്കുന്നു. ഈ സർഫസിൻ്റെ µk വാല്യൂ, കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4. ഓക്കെ, ഇതിൻ്റെ മേലെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 30 ന്യൂട്ടൺ എക്സേർട്ട് ചെയ്യുന്നു. ഒരു 30 ന്യൂട്ടണിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ബ്ലോക്കിനെ പിടിച്ച് വലിക്കുന്നു. ഫോഴ്സ് കണ്ടുപിടിക്കണം. 30 ന്യൂട്ടൺ തന്നിട്ടില്ലേ, അതല്ലേ ഫോഴ്സ്? അങ്ങനെയാണോ? നോ. ഈ ബ്ലോക്കിന് ഞാൻ 30 ന്യൂട്ടണിൽ അങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുമ്പോൾ ഈ സർഫസിലെ ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുന്നു. ഫ്രിക്ഷൻ ഒപ്പോസസ് മോഷൻ ഒപ്പോസ് ചെയ്യുന്നു. അതായത് ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നു. സോ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ആ ഫ്രിക്ഷനെ ഈ വാല്യൂവിൽ നിന്നും മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും എന്ത്, അങ്ങോട്ടേക്കുള്ള ആക്ച്വൽ ഫോഴ്സ്. 30-ലല്ല അങ്ങോട്ടേക്ക് പോകണമെന്ന്. ചെയ്യുമ്പോൾ മനസ്സിലാവും. ശ്രദ്ധിക്കാം. Fk ഈസ് ഈക്വൽ ടു µk ഇൻറ്റു നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. µkയുടെ വാല്യൂ തന്നിട്ടുണ്ട് 0.4. നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എന്താ, എങ്ങനെ കണ്ടുപിടിക്കാം? പറഞ്ഞിരുന്നു ഇൻട്രൊഡക്ഷനിൽ. ഇങ്ങനൊരു ബോഡി, ഇതിൻ്റെ മാസ് 5 ആണ്. ഇതിനർത്ഥം എന്ത് ചെയ്യുന്നു, താഴത്തേക്ക് വലിക്കുന്നു mg ഫോഴ്സിൽ. പക്ഷെ ഇത് താഴത്തേക്ക് വരുന്നില്ല. കാരണം എന്താ, മുകളിലേക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. താഴത്തേക്കുള്ള ഫോഴ്സ് എത്ര തന്നെയാണോ അത്രയും തന്നെയാണ് എന്ത്, മുകളിലേക്കും. അതുകൊണ്ടാണ് താഴത്തേക്ക് വരാത്തത്. സോ ഈ ഫോഴ്സിന് നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എന്ന് വിളിച്ചു. ഇൻ ദിസ് കേസ് n ഈസ് ഈക്വൽ ടു mg. ഓക്കെ, എമ്മിൻ്റെ വാല്യൂ എന്താ, 5 ആണ്. ജിയുടെ വാല്യൂ 9.8, ഓർ യു ക്യാൻ റൈറ്റ്, എളുപ്പത്തിന് വേണ്ടി 10 എന്ന് എഴുതാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 0.4 ഇൻറ്റു 5 ഇൻറ്റു 10. ഓക്കെ, സോ വാല്യൂ എത്രയായിരിക്കും, 4 ഇൻറ്റു 5, ദാറ്റ് ഇസ് ഈക്വൽ ടു
20 Newton. Yes, this is the value of static friction. I'm sorry, kinetic friction. Kinetic frictionന്റെ വാല്യൂ 20 ന്യൂട്ടൺ. പറഞ്ഞ കാര്യം മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ബ്ലോക്കിനെ 30 ന്യൂട്ടണിൽ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നു. ഫ്രിക്ഷൻ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ടേക്ക് വായോ, 20 ന്യൂട്ടണിൽ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കും. സോ റിസൾട്ടൻറ്റ് ഫോഴ്സ്, ബോഡി റിസൾട്ടൻ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന ഫോഴ്സ് എത്രയായിരിക്കും, ചോദിച്ചിരിക്കുന്ന റിസൾട്ടൻറ്റ് ഫോഴ്സ് എത്രയായിരിക്കും, 30 - 20 ദാറ്റ്സ് ഈക്വൽ ടു 10 ന്യൂട്ടൺ ആയിരിക്കും. ക്ലിയർ ആണ്. ബോഡി അങ്ങോട്ടേക്ക് പോകുന്ന ഫോഴ്സ് 10 ന്യൂട്ടൺ ആണ്. ഇനി ആക്സലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വെരി ഇമ്പോർട്ടൻറ്റ്. ആ ക്ലാസ് നിങ്ങൾ കാണേണ്ടതാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, തീർച്ചയായിട്ടും കാണണം, ബേസിക്സ് ആണ്. ആക്സലറേഷൻ എന്താണ്, ഒന്ന് ശ്രദ്ധിക്കൂ. ഇങ്ങനെ ഒരു ബ്ലോക്കിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് കൊടുക്കുന്നു അല്ലേ. ഫോഴ്സ് മൂലം ബോഡിയുടെ വെലോസിറ്റി മാറുന്നു. വെലോസിറ്റി മാറിക്കഴിഞ്ഞാൽ ആക്സലറേഷൻ ഉണ്ടാകുന്നു. ഓക്കെ, എങ്കിൽ ന്യൂട്ടൺ പറയുന്നു കൊടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ബോഡിയുടെ മാസിനെ ഇതിൻ്റെ ആക്സലറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. F = ma. അപ്ലൈഡ് ഫോഴ്സ് ഈക്വൽ ടു മാസ് മൾട്ടിപ്ലൈഡ് ബൈ ആക്സലറേഷൻ ഡ്യൂ ടു ദാറ്റ് അപ്ലൈഡ് ഫോഴ്സ്. കൃത്യമായിട്ട് എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്സിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കാണണം, മനസ്സിലാക്കണം കൺസെപ്റ്റുകൾ. ഓക്കെ, സോ ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ അപ്ലൈ ചെയ്യാം. F = ma or A = F/m ആണ്. ഇവിടെ അങ്ങോട്ടേക്ക് പോകുന്ന ഫോഴ്സ് എത്രയാണ്, 10 ന്യൂട്ടൺ. ഡിവിഷൻ ബൈ മാസ് എത്രയാണ്, 5 ആണ്. സോ 2 m/s². പറഞ്ഞ കാര്യം മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ശരി. സോ ആക്ച്വൽ ഫോഴ്സ് 30 ന്യൂട്ടൺ അല്ല, ഫ്രിക്ഷൻ അതിൽ നിന്നും ക്യാൻസൽ ചെയ്തിട്ടുള്ള ഫോഴ്സിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഓക്കെ, സോ ആ ഫോഴ്സിൽ തന്നെ വേണം എന്ത്, ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കാണണം. കൺസെപ്റ്റുകൾ, ബേസിക്സ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എല്ലാത്തിനെയും കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഗ്യാരണ്ടിയാണ്. ഓക്കെ, ശരി. എങ്കിൽ അടുത്ത പ്രോബ്ലം, ഇതിൻ്റെ അടുത്ത ലെവൽ പ്രോബ്ലം ചെയ്യാം. അതേ ബ്ലോക്ക് തന്നെ അതേ ഒരു സർഫസിലിരിക്കുന്നു. ബ്ലോക്ക് 5 കിലോഗ്രാം. ഓക്കെ, ദെൻ ഇതിൻ്റെ മ്യൂക്കയുടെ വാല്യൂ തന്നിട്ടുണ്ട്. മ്യൂക്ക് = 0.4 ആണ്. ഓക്കെ, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, ഇതിന് യൂണിറ്റ് ഒന്നും ഇല്ല കേട്ടോ. മ്യൂക്കയുടെ വാല്യൂ 0.4 അത്രേ ഉള്ളൂ. ഓക്കെ, ശരി. ഇതിൻ്റെ മേലെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഓക്കെ, 30√2 ഇത്രയും ഫോഴ്സ്, 30√2 ന്യൂട്ടൺ ഇങ്ങനെ കൊടുക്കുന്നു. ഇതെന്താ സംഭവം, ഇതിവിടെ ഇരിക്കുകയാണ്, ഈ ഒരു ബ്ലോക്ക് ഇവിടെ ഇരിക്കുകയാണ്. ഈ ബ്ലോക്കിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കയറിട്ട് കിട്ടിയിട്ട് ഇങ്ങനെ വലിച്ചഴക്കുകയാണ്. ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വലിച്ചഴക്കുന്നു. കയറാണ്, കിട്ടി നിലത്തുകൂടെ വലിച്ചഴക്കുകയാണ്. സോ ഈ ഒരു കേസിൽ ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ആക്ച്വൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാം. ഓക്കെ, സോ അതിന് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, Fk കണ്ടുപിടിക്കണം. Fk = ഇവിടുത്തെ ഫ്രിക്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. Fk = μk × n ആണ്. ഓക്കെ, μk × n ആണ്. ഓക്കെ, ആ ഇക്വേഷൻ എഴുതി നമുക്ക് ഇതിലേക്കും തിരിച്ചു വരാം. ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്, കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഈ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ഇതൊരു പ്ലെയിനിൽ കിടക്കുന്ന ഫോഴ്സാണ്. ഈ ഫോഴ്സിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, റൈറ്റ്. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു ഈ ഒരു ആംഗിൾ 45 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യനിലുണ്ടത് 45 ആണെന്ന്. സോ ഇത് 45 ആണെങ്കിൽ ഈ ഒരു കമ്പോണൻറ്റ് എത്രയായിരിക്കും, തീറ്റയോട് അടുത്ത് കിടക്കുന്ന കമ്പോണൻറ്റ് എന്തായിരിക്കും, 30√2 × cos 45 ആയിരിക്കും. ദാറ്റ് ഈസ് 30√2 × 1/√2 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു √2 ക്യാൻസൽ 30 ന്യൂട്ടൺ ആയിരിക്കും എന്ത്, ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് എത്ര, 30 ന്യൂട്ടൺ. അതുപോലെ മേലേക്കുള്ള കമ്പോണൻറ്റ് എന്തായിരിക്കും, മേലേക്കുള്ളത് 30√2 × sin 45 ആയിരിക്കും അല്ലേ. sin 45ൻ്റെ വാല്യൂ 1/√2. സോ √2/√2 ക്യാൻസൽ ആവുന്നു. മുകളിലേക്കുള്ള ഫോഴ്സ് എത്രയായിരിക്കും, 30 ന്യൂട്ടൺ തന്നെയായിരിക്കും. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായി. അതായത് 30√2 എന്നുള്ള ഈ ഫോഴ്സിന് എനിക്ക് എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, ഇങ്ങനെ 2 കഷ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങോട്ടേക്ക് 30, മേലേക്ക് 30 ഒരുമിച്ച് ആക്ട് ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ടാണ് 30√2. ഇതിന് പകരം എനിക്ക് ഇത് 2 എഴുതിയാൽ മതിയെന്ന്. പിന്നെ മാച്ച് കളയാൻ പറ്റൂ. യെസ്, ഇതിനെ മാച്ച് കളയാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് രണ്ടും കൂടെ ചേർന്നതാണ്. അത്രയും മനസ്സിലായി. ഇനി നമുക്ക് ഇതിലേക്ക് തിരിച്ചു നോക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് മ്യൂക്കയുടെ വാല്യൂ എന്താണ്, 0.4 ആണ്. ഇൻറ്റു നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. ഇത്തിരി വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കാം. ഈ ബ്ലോക്ക് ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, ഇതിനെ താഴ്ത്തിക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അതാണ് അതിൻ്റെ വെയിറ്റ്. mg = 5 × 10. ഓക്കെ, മേലേക്ക് എന്താ സംഭവം, മേലേക്ക് ഒരു നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. അത് മാത്രമാണോ, അല്ല.
നമ്മളിവിടെ പിടിച്ചു വലിക്കുന്നത് മൂലം ഈ ഒരു ഫോഴ്സിൻ്റെ ഒരു കമ്പോണൻ്റ് കൂടെ മേലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് മേലേക്ക് നോർമൽ റിയാക്ഷൻ ഫോഴ്സിനോടൊപ്പം ഒരു ഫോഴ്സും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. എത്ര ഫോഴ്സാണ്? 30 ന്യൂട്ടനും കൂടെ. പക്ഷെ ബോഡി മേലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. ബോഡി താഴ്ത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല. അതായത് മുകളിലേക്ക് എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ അത് തന്നെയാണ് എന്ത്? താഴ്ത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ബോഡി മേലേക്കും പോകണില്ല, താഴ്ത്തേക്കും പോകണില്ല. മുകളിലേക്കുള്ള ഫോഴ്സ് ടോട്ടൽ എത്രയാണോ അത് തന്നെയാണ് എന്ത്? താഴ്ത്തേക്കുള്ള ഫോഴ്സ്. അതായത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് എഴുതാം n+30 മുകളിലേക്കുള്ള ഫോഴ്സ് എത്രയാ? n+30 നോർമൽ റിയാക്ഷൻ ഫോഴ്സ് പ്ലസ് ഈ ഒരു ഫോഴ്സിൻ്റെ കമ്പോണൻ്റ് ആയിട്ടുള്ള 30 ഈസ് ഈക്വൽ ടു താഴ്ത്തേക്കുള്ള ഫോഴ്സ്. താഴ്ത്തേക്കുള്ള ഫോഴ്സ് എത്രയാ? 5 × 10 15. ശരിയാണ്. ഓക്കെ. ഇതിൽ നിന്ന് n എന്തായിരിക്കും? n = 50 - 30 = 20. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓർത്ത് വെച്ചോളൂ, വെരി ഇമ്പോർട്ടൻറ്റ്. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? n = 20 ആണ്. തുടക്കത്തിലേ പറഞ്ഞിരുന്നു നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എപ്പോഴും വെയിറ്റിനോട് ഈക്വൽ ആവില്ല. അത് ഈക്വൽ ആവാത്ത ഒരു കണ്ടീഷനാണ് ഇവിടെ ഇരിക്കുന്നത്. n = ഇവിടെ 20 ആണ്. വെയിറ്റ് എത്രയാണ്? 50 ആണ്. വെയിറ്റ് = 50 ആണ്. പക്ഷേ എന്നിൻ്റെ വാല്യൂ 20 ആണ്. പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാ? മുകളിലേക്കുള്ള ടോട്ടൽ ഫോഴ്സ് = താഴ്ത്തേക്കുള്ള ടോട്ടൽ ഫോഴ്സ്. ഇതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഐഡിയ. മനസ്സിലായി? വെരി ഗുഡ്. സോ എന്നിൻ്റെ വാല്യൂ 20. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. 0.4 × 20 ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 8 ന്യൂട്ടൺ എന്ന് കിട്ടും അല്ലേ? 20 എങ്ങനെ എഴുതാം? 2 × 10 എന്ന് എഴുതാം അല്ലേ? 4 × 10 0.4 × 10 4 × 2 8 ന്യൂട്ടൺ. ഓക്കെ, 8 ന്യൂട്ടൺ. ഓക്കെ, ഇത് മനസ്സിലായി? 8 ന്യൂട്ടൺ. അതായത് ഈ ബോഡിനെ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുമ്പോൾ ഇത് മാറ്റാം. സർഫസ് എന്ത് ചെയ്യുന്നു? എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ പുറകിലേക്ക് പോകുക, എഴുതിയെടുക്കൂ. ഓക്കെ. ബോഡിനെ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുമ്പോൾ സർഫസ് എന്ത് ചെയ്യുന്നു? ഫ്രിക്ഷൻ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. എത്ര? 8 ന്യൂട്ടൺ. ഓക്കെ ഓക്കെ. സോ ബോഡിനെ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് ഏതാ? ഈ ഒരു ഫോഴ്സ്. അതിൻ്റെ വാല്യൂ എത്ര? 30 ന്യൂട്ടൺ. ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? 30 ന്യൂട്ടൺ. നമ്മൾ ഇങ്ങനെയാണ് പിടിച്ചു വലിക്കുന്നത്. അതിൻ്റെ ഒരു കമ്പോണൻറ്റ് മേലേക്കാണ് ആക്ട് ചെയ്യണത്. അതിനെ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്ന ആളാരാ? 30 ന്യൂട്ടൺ. ഓക്കെ. സോ 30 ന്യൂട്ടണിൽ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുമ്പോൾ ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നു? 8 ന്യൂട്ടണിൽ ഇങ്ങോട്ട് വായു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു 8 ന്യൂട്ടണിൽ. സോ റിസൾട്ടൻ ഫോഴ്സ് എത്രയായിരിക്കും? റിസൾട്ടൻ ഫോഴ്സ് F = എത്രയായിരിക്കും? 30 - 8 ആയിരിക്കും. പറഞ്ഞ മനസ്സിലായി? ദാറ്റ്സ് ഈക്വൽ ടു 22 ന്യൂട്ടൺ ആയിരിക്കും റിസൾട്ടൻ ഫോഴ്സ്. ബോഡി അങ്ങോട്ടേക്ക് പോകുന്ന റിസൾട്ടൻ ഫോഴ്സ് 22 ന്യൂട്ടൺ ആയിരിക്കും. പറഞ്ഞ കാര്യം മനസ്സിലായി? കൈനറ്റിക് ഫ്രിക്ഷൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നു? മോഷൻ ഒപ്പോസ് ചെയ്യുന്നു. ശരിക്കും 30 ന്യൂട്ടണിലാണ് അങ്ങോട്ട് പോകേണ്ടത്. പക്ഷേ ഫ്രിക്ഷൻ പറയും അങ്ങോട്ട് പോകല്ലേ, ഇങ്ങോട്ട് വായോ. എത്ര ഫോഴ്സിൽ പിടിച്ച് വലിക്കുന്നു? 8 ന്യൂട്ടണിൽ. സോ 30ൽ നിന്നും 8 മൈനസ് ചെയ്തായിരിക്കുന്നത് അങ്ങോട്ടേക്ക് പോകുന്ന ആക്ച്വൽ ഫോഴ്സ്. ആക്ച്വൽ ഫോഴ്സ് എത്രയാണ്? 22 ആണ്. ആക്സലേഷൻ കണ്ടുപിടിക്കാം. വീണ്ടും ആക്സലേഷൻ ഈസ് ഈക്വൽ ടു 22 ബൈ മാസ് എത്രയാണ്? 5 ആണ്. ഇത്രയും m/s². കൺസെപ്റ്റ് ക്ലിയർ ആണ്? കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ വെക്ടർ സൊല്യൂഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. കൃത്യമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലായി? പിന്നെ ഈ കാര്യമാണ് നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എപ്പോഴും MGOD ഈക്വൽ ആയിരിക്കില്ല. മുകളിലേക്കുള്ള ടോട്ടൽ ഫോഴ്സ് എത്രയാണോ അത് തന്നെയാണ് എന്ത്? താഴ്ത്തേക്കുള്ള ഫോഴ്സ്. അതുകൊണ്ടാണ് ഈ ബോഡി മുകളിലേക്ക് പോകണില്ല, താഴ്ത്തേക്ക് വരാത്തത്. അത് ഉപയോഗിച്ച് വേണം എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ശരി ശരി, ഇത് മനസ്സിലായി? സോ കൈനറ്റിക് ഫ്രിക്ഷൻ എഴുതിയെടുത്തു. ശരി. സോ കൈനറ്റിക് ഫ്രിക്ഷനെ കുറിച്ചുള്ള ഡിസ്കഷൻ കഴിയുന്നു. അടുത്ത ഡിസ്കഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷനെ കുറിച്ച്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ പക്കയായിട്ട് മനസ്സിലാവും. ഗംഭീരമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പിക്ചർ കിട്ടും. ഓക്കെ, എങ്കിൽ ഡിസ്കസ് ചെയ്യാം സ്റ്റാറ്റിക് ഫ്രിക്ഷനെ കുറിച്ച്. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എപ്പോഴാണ് ആക്ട് ചെയ്യുക? വെൻ ബോഡി ഈസ് അറ്റ് റെസ്റ്റിലായിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ എന്ത് പറയാം? ടെൻഡൻസി ഓഫ് മോഷൻ. ബോഡിക്ക് എന്തുണ്ട്? ടെൻഡൻസി ഓഫ് മോഷൻ ഉണ്ടാകുമ്പോഴാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് വാല്യൂ എങ്ങനെയാണ്? നോട്ട് കോൺസ്റ്റൻറ്റ്. ഇതെങ്ങനത്തെ ഫോഴ്സ് ആണ്? സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ്. വാല്യൂ എന്താണ്? വേരിയബിൾ ആണ്. വാല്യൂ എന്താണ്? വേരിയബിൾ ആണ്. ഓക്കെ ഓക്കെ, സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ്. ദെൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ FS ഒന്ന് ഡിനോട്ട് ചെയ്യാം. ഇതിൻ്റെ വാല്യൂസ് എങ്ങനെയായിരിക്കും? FSൻ്റെ വാല്യൂസ് 0ക്കും മാക്സിമം വാല്യൂ എന്തായിരിക്കും? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂ ആണ്. എക്സാമ്പിൾ ഓർമ്മയുണ്ട് നമ്മൾ ചെയ്തത്. സ്റ്റാറ്റിക് ഫ്രിക്ഷന് പൊസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂ ആണ്. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നു. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. ഒരു സർഫസിന്
കൊടുക്കാൻ പറ്റുന്ന മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അത് കോൺസ്റ്റന്റ് ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും, ഒരു സീനും ഇല്ല. ഓക്കെ, സോ എഫ് എല്ലിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ഇയാൾക്കൊരു ഇക്വേഷനും ഇല്ല, വേരിയിങ് ആണ്, ഇക്വേഷൻ ഇല്ല. ഇദ്ദേഹത്തിന് ഒരു ഇക്വേഷൻ ഉണ്ട്, എഫ് എൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, എഫ് എൽ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ഫോഴ്സ്, ഓർ യു ക്യാൻ റൈറ്റ് എഫ് എൽ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് മ്യൂ എസ് മൾട്ടിപ്ലൈഡ് ബൈ നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. ഇനി ഈ മ്യൂ എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, മ്യൂ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ അല്ല, പേരെന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതാണ് ആര്? മ്യൂ എസ്. ഓക്കെ, ശരി. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സോ ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വെച്ച് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, എഴുതിയെടുത്തു. ശരി. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കോൺസ്റ്റന്റ് ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ്, മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ശരി. ഓക്കെ ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ശരി, ഇങ്ങനൊരു ബ്ലോക്ക് ഉണ്ട്, 4 കിലോഗ്രാം. ഓക്കെ, വെയിറ്റ് ഇതിനെ 0.2, ഇവിടുത്തെ മ്യൂസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, മ്യൂസ് ഈക്വൽ ടു 0.2 ആണ്. ഓക്കെ, ഇവിടുത്തെ ഫ്രിക്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഫൈൻഡ് ഫ്രിക്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്കൊരു 6 ന്യൂട്ടണിൽ ഇതിനെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഈ ഒരു കേസിലെ ഫ്രിക്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ബ്ലോക്കിന് 6 ന്യൂട്ടണിൽ അങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുന്നു, ഈ കേസിലെ ഫ്രിക്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എഫ് എൽ ഈസ് ഈക്വൽ ടു മ്യൂ എസ് മൾട്ടിപ്ലൈഡ് ബൈ നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. മ്യൂസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.2 ആണ്, മൾട്ടിപ്ലൈഡ് ബൈ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എന്താ? ഈ കേസിൽ ബ്ലോക്ക് ഇങ്ങനെ ഇരിക്കുന്നു, ബ്ലോക്കിനെ താഴത്തേക്ക് mg പിടിച്ചു വലിക്കുന്നു. താഴത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല, കാരണം മുകളിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്, നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. അങ്ങോട്ടേക്കുള്ള ഫോഴ്സ് താഴത്തേക്കുള്ള ഫോഴ്സിനോട് ഈക്വൽ ആണ്, അതുകൊണ്ടാണ് താഴത്തേക്ക് വരാത്തത്. n ഈക്വൽ ടു mg. ഓക്കെ, ഓർ യു ക്യാൻ റൈറ്റ് mg എന്ന് പറഞ്ഞാൽ എന്താ? 4 × 10. ഓക്കെ, 40 ആണ് എന്ത്? നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. സോ 4 × 10. ഓക്കെ, സോ ഇതിൽ നിന്ന് എഫ് എൽ എന്താണെന്ന് കിട്ടും? ശ്രദ്ധിച്ചോളൂ, എഫ് എൽ എന്താണെന്ന് കിട്ടും? 8 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ആക്ട് ചെയ്യുന്ന എഫ് ലിമിറ്റിംഗ് എത്രയാണ്? 8 ന്യൂട്ടൺ ആണ്. ഓഹോ, ശ്രദ്ധിക്കൂ, ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഈ ബോഡീനെ ഞാൻ 6 ന്യൂട്ടണിൽ അങ്ങോട്ടേക്ക് പിടിച്ചു വലിച്ചപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷൻ 8 ന്യൂട്ടൺ. അതായത് അങ്ങോട്ട് പിടിച്ചു വലിക്കുമ്പോൾ ബോഡി ഇങ്ങോട്ട് വരുന്നു. അങ്ങനെയാണോ? അല്ല. എഫ് എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഈ സർഫസിന് തരാൻ പറ്റുന്ന മാക്സിമം ഫ്രിക്ഷൻ ആണ് എന്ത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷൻ്റെ വാല്യൂ എന്താ? ചോദിച്ചിരിക്കുന്നത് എന്താ? ഫ്രിക്ഷൻ്റെ വാല്യൂ. തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രിക്ഷൻ്റെ വാല്യൂ എന്താണ്? ഫ്രിക്ഷൻ സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ്. പുഷ് ചെയ്തപ്പോൾ ഓർമ്മയുണ്ടോ? 1 ന്യൂട്ടൺ അങ്ങോട്ട് കൊടുത്തപ്പോൾ 1 ന്യൂട്ടൺ തിരിച്ച് കിട്ടി, 2 ന്യൂട്ടൺ അങ്ങോട്ട് കൊടുത്തപ്പോൾ 2 തിരിച്ച് കിട്ടി. അതായത് അപ്ലൈഡ് ഫോഴ്സിൻ്റെ വാല്യൂ ആണെന്ത്? ഫ്രിക്ഷൻ്റെ വാല്യൂ. ശ്രദ്ധിക്കാം, ബോഡി റെസ്റ്റിലാണെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു എഫ് അപ്ലൈഡ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു കാര്യം എന്താ? അങ്ങോട്ടേക്ക് 6 വലിക്കുമ്പോൾ ബോഡി ഇങ്ങോട്ട് വരാമെന്ന്, ഇത്രയും 2 ന്യൂട്ടണിൽ ഇങ്ങോട്ടേക്ക് വരാമെന്ന് നടക്കുമോ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ഈ സർഫസിന് തരാൻ പറ്റിയ മാക്സിമം ഫ്രിക്ഷൻ്റെ വാല്യൂ, അതാണെന്ത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ചോദിച്ചിരിക്കുന്നത് ഫ്രിക്ഷൻ്റെ വാല്യൂ എന്താ? ഫ്രിക്ഷൻ ഈസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. അത് മാറിക്കൊണ്ടിരിക്കുന്നു, വേരിയിങ് ആണ്. 6 കൊടുത്തു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ്റെ വാല്യൂ എത്രയായിരിക്കും? 6 ആയിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ 7 കൊടുത്തതെന്ന് വിചാരിക്കും, ഫ്രിക്ഷൻ്റെ വാല്യൂ എത്രയായിരിക്കും? 7 ആയിരിക്കും. ഇനി ഇവിടെ 5 കൊടുത്തതെന്ന് വിചാരിക്കും, ഫ്രിക്ഷൻ്റെ വാല്യൂ എത്രയായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഇനി ഞാനിവിടെ ഒരു 10 കൊടുത്തതെന്ന് വിചാരിക്കും, അപ്പം ഫ്രിക്ഷൻ്റെ വാല്യൂ എത്രയായിരിക്കും? 10 ആയിരിക്കുമോ? അതില്ല. 10 കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോഡി എന്ത് ചെയ്യുന്നു? ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷനെ ഓവർകം ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ബോഡി എന്തിലാണ്? മോഷനിലാണെങ്കിൽ ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തു, വേറെ ഫോർമുല μk × n. മോഷനിലാണെങ്കിൽ ഈ കഥകളൊക്കെ മറന്നേക്കൂ, വേറെ കഥകളാണ്. റെസ്റ്റിലാണെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ്റെ വാല്യൂ.
ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ഈ സർഫസിന് തരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷൻ, അതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ വാല്യൂ ഉപയോഗിക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ഒരു കൺക്ലൂഷനും കൂടെ കിട്ടും. ആ കൺക്ലൂഷൻ എന്താണ്? എഫ് അപ്ലൈഡ്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എഫ് അപ്ലൈഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ് എന്തിനേക്കാളും എഫ് ലിമിറ്റിങ്ങിനേക്കാളും കൂടുതലാണ് എഫ് അപ്ലൈഡ് എങ്കിൽ ബോഡി എന്തിലായിരിക്കും? മോഷനിലായിരിക്കും. ഈ കേസിൽ ആറാണെന്ന് വിചാരിക്കൂ, ബോഡി എന്തിലായിരിക്കും? റെസ്റ്റിലായിരിക്കും. എഫ് അപ്ലൈഡ് ലിമിറ്റിങ്ങിനേക്കാളും കുറവാണ് അല്ലെ, 8 കുറവാണ് 6, ബോഡി റെസ്റ്റിലായിരിക്കും. അതേസമയം എഫ് അപ്ലൈഡ് ഗ്രേറ്റർ ദാൻ എഫ് ലിമിറ്റിംഗ്, ഇതൊരു 10 വിചാരിക്കൂ, ഈ ഒരു കേസിൽ ബോഡി എന്തിലായിരിക്കും? മോഷനിലായിരിക്കും. ഇതാണ് എന്ത്? മോഷനുള്ള കണ്ടീഷൻ. മനസ്സിലായി? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി? ഇത് മായ്ക്കാം. ഐഡിയ കിട്ടി നിങ്ങൾക്ക്? ഫീൽ കിട്ടി, പ്രോബ്ലത്തിൽ നിന്ന് ഫീൽ കിട്ടി. ശരി, ഓക്കെ, മായ്ക്കാം. ഓക്കെ, എങ്കിലും ഒരു ഗ്രാഫ് കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. 2 പേരുടെയും ഒരു ഗ്രാഫ് കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ശരി, ഒരു ഗ്രാഫ് കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇവിടെ ഫ്രിക്ഷനാണ്, ഫ്രിക്ഷൻ ഫോഴ്സാണ് ഇവിടെ. ഓക്കെ, ഫ്രിക്ഷൻ ഇവിടെ എഫ് അപ്ലൈഡ്. ഓക്കെ, ഇവിടെ എഫ് അപ്ലൈഡ്, ഇവിടെ എഫ് ഫ്രിക്ഷൻ ഫോഴ്സാണ്. ഓക്കെ, എഫ് ഫ്രിക്ഷൻ ഫോഴ്സാണ്, ഇവിടെ എഫ് അപ്ലൈഡ്. ഓക്കെ, അപ്ലൈഡ് ഫോഴ്സും ഫ്രിക്ഷൻ ഫോഴ്സും. ശരി, ഓക്കെ. അപ്ലൈഡ് ഫോഴ്സിനനുസരിച്ച് ഫ്രിക്ഷൻ സംഭവിക്കുക. ഇനീഷ്യലി ബോഡി റെസ്റ്റിലാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ബോഡിയുടെ മേൽ ഫോഴ്സ് കൊടുക്കുന്നു, അതിനനുസരിച്ച് ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു, ഇങ്ങനെ കൂടുന്നു അല്ലേ. ഈ അപ്ലൈഡ് ഫോഴ്സ് ഇതായിരുന്നപ്പോൾ ഫ്രിക്ഷൻ എന്തായിരുന്നു? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെയിം വാല്യൂ ഇവിടെ. അപ്ലൈഡ് ഫോഴ്സ് ഇതായപ്പോഴോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെയിം വാല്യൂ ഇവിടെ അല്ലേ. കൊടുക്കുന്ന ഫോഴ്സ് തന്നെയാണ് എന്ത്? ഫ്രിക്ഷൻ. എപ്പോൾ? റെസ്റ്റിൽ. ഈ ഭാഗത്ത് മൊത്തം ബോഡി എന്തിലാണ്? റെസ്റ്റിലാണ്. ഓക്കെ, അങ്ങനെ ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നു? പോയി ഒരു മാക്സിമം വാല്യൂ എത്തി. ഓക്കെ, ഈ ഒരു അപ്ലൈഡ് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഫ്രിക്ഷൻ്റെ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. ഇതാണെന്ത് ഇത് നോക്കിയാൽ ഒന്ന് ഇവിടെ എഫ് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ഉണ്ട്. ഈ മാക്സിമം വാല്യൂ ആണ് എന്ത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യുന്നു? മോഷനിലേക്ക് വരുമ്പോൾ ഇനി ഉണ്ടാവണം എന്താണ്? കൈനറ്റിക് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാളും താഴെയായിരിക്കുന്നത് കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി നിങ്ങൾ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് ഫ്രിക്ഷൻ്റെ വാല്യൂ ഒന്ന് കുറയും. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാളും കുറവല്ലേ കൈനറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ? യെസ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഫ്രിക്ഷൻ ചെറുതായിരിക്കും. ഓക്കെ, സോ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാളും വാല്യൂ കുറഞ്ഞു. ഓക്കെ, ഫ്രിക്ഷൻ്റെ വാല്യൂ ഇപ്പം എന്താണ്? കറസ്പോണ്ടിങ് വാല്യൂ ഇതാണ്, വാല്യൂ കുറഞ്ഞു. ഇനി ആ ഫ്രിക്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ പഠിച്ചു കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണ്? ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. ഗ്രാഫ് കണ്ടു? ഗ്രാഫ് മനസ്സിലായി? ഒന്നുകൂടെ, ബോഡി റെസ്റ്റിലായിരുന്നു, ഫോഴ്സ് കൊടുക്കും തോറും അപ്ലൈഡ് ഫോഴ്സിനനുസരിച്ച് ഫ്രിക്ഷൻ്റെ വാല്യൂ കൂടി വരുന്നു. ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ മാക്സിമം ഫ്രിക്ഷൻ ഓഫർ ചെയ്തു, വീണ്ടും ഫോഴ്സ് കൂട്ടുമ്പോൾ ബോഡി എന്തായി? മോഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇതിൻ്റെ പേരെന്താണ്? കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, കൈനറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ ലിമിറ്റിംഗ് ഫ്രിക്ഷനാണ്, കുറഞ്ഞു, ഒരു വാല്യൂ എത്തി, പിന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നു. ഈ ഭാഗം മോഷനിലാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മോഷനിലാണ്, ഇപ്പുറത്തേക്ക് റെസ്റ്റിലാണ്. ഇത്രയും മനസ്സിലായി? സോ സ്റ്റാറ്റിക് ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷനെ കുറിച്ചുള്ള മാക്സിമം കാര്യങ്ങൾ, കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഫ്രിക്ഷൻ്റെ ബാക്കി കഥകളുമായിട്ട്, കൈനറ്റിക് ലിമിറ്റിംഗ് ഫ്രിക്ഷനെ കഴിഞ്ഞു, വേറെ കഥകൾ, ഫ്രിക്ഷന് കുറച്ചും കൂടെ കഥകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫ്രിക്ഷൻ്റെ അടുത്ത ടോപ്പിക്കുമായിട്ട് കഥകളുമായിട്ട് വീണ്ടും കാണാം.